ബ്രഹ്മചര്യം എന്നുള്ളത് യോഗമാർഗത്തിൽ വളരെയധികം പരാമർശിക്കപ്പെടുന്ന ഒരു വാക്കാണ് ബ്രഹ്മചര്യം എന്നത്. ഈ എന്താണ് ബ്രഹ്മചര്യം, അല്ലെങ്കിൽ യോഗമാർഗത്തിൽ ബ്രഹ്മചര്യത്തിന്റെ പ്രാധാന്യം എന്താണ്? അല്ലെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് ഈ മുക്തി നേടുന്നതിന്, യോഗം നേടുന്നതിന് ബ്രഹ്മചര്യം അല്ലെങ്കിൽ ബ്രഹ്മചാരികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മചര്യം എന്ന വാക്ക് അതിൻ്റെ പ്രയോഗത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കലിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് എത്തുക യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ആ വേഴ്ച കൂടാതെ ശുക്ലത്തെ സംരക്ഷിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നതെന്നാണ് ആദ്യമായിട്ട് എടുക്കുന്ന അർത്ഥം. സത്യത്തിൽ ബ്രഹ്മചര്യം എന്ന പദം കൊണ്ട് അതല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ പാതയിലുള്ള ജീവിതചര്യ, അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായിട്ടുള്ള ജീവിതചര്യ, അല്ലെങ്കിൽ ഈശ്വരനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തേടിക്കൊണ്ട്, ബ്രഹ്മത്തെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനെ മാത്രം തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതചര്യ, അതിന് അനുകൂലമായ ജീവിതചര്യ എന്നാണ് ശരിക്കും ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശ്വര അന്വേഷണം തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഉള്ളത്. അതിന് അനുകൂലമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന അതാണ് ശരിക്കും ബ്രഹ്മചര്യം എന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആളെയാണ് ശരിക്കും ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഈ മോക്ഷം നേടിയ ആൾ, മുക്തി നേടിയ ആൾ, ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആൾ, ജീവൻ മുക്തനായിട്ടുള്ള ഇവരെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ദ്വിജൻ എന്നാണ് അതിന്റെ വേറൊരു പര്യായ പദം. ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ എന്നാണ്. അപ്പോൾ ആദ്യം ഒരു ജനനം ഉണ്ടായി, അത് സാധാരണ ജനനം. രണ്ടാമത്തെ ജനനം ഏതാണ്? അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി ജനിക്കുകയാണ്. നമ്മളുടെ ഈഗോ മുഴുവൻ നശിച്ച് ജ്ഞാനം നേടുക എന്നുള്ളത് പുതിയൊരു മനുഷ്യനായി തീരുകയാണ്. അതാണ് രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത്, ദ്വിജൻ, ബ്രാഹ്മണൻ. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളെയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അല്ലാതെ ജന്മം കൊണ്ട് ഒരാളും ബ്രാഹ്മണനാവുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. കാലക്രമത്തിൽ ഇങ്ങനെ ഈശ്വര അന്വേഷണത്തിൽ മുഴുകിയിരുന്നവർ, അവരുടെ മക്കള് ഒക്കെ ഈശ്വര സാക്ഷാത്കാരം നേടിയാലും ഇല്ലെങ്കിലും പിന്നെ എന്തായി, അതൊരു തൊഴിലായിട്ട് മാറി, അതൊരു ജാതിയായിട്ട് മാറി, അതൊരു സമൂഹ വിഭാഗമായിട്ട്, ഒരു കുലമായിട്ട് മാറി. അങ്ങനെ ജന്മം കൊണ്ട് ഇപ്പോ എല്ലാവരും ബ്രാഹ്മണൻ എന്ന്, മാതാപിതാക്കൾ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്ന എല്ലാവരും ബ്രാഹ്മണൻ എന്ന വിഭാഗമായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ, ബോധോദയം നേടിയ ആളുകളെയാണ് ശരിക്കും ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതം, അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൽ മുഴുകിയിരിക്കുന്ന ജീവിതത്തെയാണ്, അതാണ് ശരിക്കും ബ്രഹ്മചര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ഫിസിക്കലായിട്ടുള്ള ബ്രഹ്മചര്യം, ശാരീരികമായിട്ടുള്ള ബ്രഹ്മചര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശുക്ലനഷ്ടം തടയുക എന്നുള്ളത് തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. അത് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഊർജം മാത്രമേ ഉള്ളൂ ശരിക്കും, ബയോ മാഗ്നറ്റിക് ബയോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഊർജമാണ്. ആ ഊർജം തന്നെയാണ് പല ഫംഗ്ഷന് പല പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഈ ആഹാരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഊർജം തന്നെയാണ് ലൈംഗിക ഊർജമായിട്ടും മാറുന്നത്. ആ ഊർജത്തെ തന്നെയാണ് നമ്മൾ യോഗ ക്രിയകളിലൂടെ ആ ഊർജത്തെ മുകളിലേക്ക് എടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ ആത്മീയോർജമാക്കി മാറ്റാം. ഈ ഒരേ ഊർജം തന്നെ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ. അതിനെ നമ്മൾ അതിന്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ അത് ആത്മീയോർജമായി മാറുകയും അത് നമ്മളുടെ സഹസ്രാരത്തിലെത്തുമ്പോൾ, പീനിയൽ ഗ്ലാൻഡിലെത്തുമ്പോൾ, ആ ഊർജം പീനിയൽ ഗ്ലാൻഡിലെത്തുമ്പോൾ നമുക്ക് ആ ബോധോദയം സിദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ ഊർജം ഇതിനെ നമ്മൾ ശക്തിമത്തായിട്ട് നിലനിർത്തിയാൽ മാത്രമേ അത് നമുക്ക് മുകളിലേക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട്, ഫലവത്തായിട്ട് നമുക്ക് അതിനെ ഉയർത്താൻ കഴിയുള്ളൂ. അപ്പൊ അതിന് സംഭവിക്കുന്ന ചോർച്ച നമ്മളുടെ മാർഗത്തിൽ ഉണ്ടാവുന്ന ചോർച്ച തന്നെയാണ്.
അതിന്റെ പിന്നെ വേഗതയെ കുറയ്ക്കും. പക്ഷേ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല. ഈ ലൈംഗികോർജം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കാമനകൾ എന്ന് പറയുന്നത് അതിശക്തിമത്തായിട്ടുള്ള ഒരു ഊർജമാണ്. അതിനെ തടയുക എന്നുള്ളത്, അല്ലെ നിരോധിക്കുക, പൂർണ്ണമായും നിരോധിക്കുക എന്നുള്ളത് ശാസ്ത്രീയമല്ല. എല്ലാ ജീവിയിലും ഉണ്ടാവുന്നതാണ്, നൈസർഗികമായ ചോദനകളാണ്. അപ്പൊ അതുമായിട്ട് നമ്മൾ സമരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഏറ്റുമുട്ടലിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് പെർവേഷൻസിലേക്ക് നയിക്കും. അപ്പോൾ എന്തിനെയാണോ നമ്മൾ നിർബന്ധപൂർവ്വം ബലപ്രയോഗത്തിലൂടെ നിരോധിക്കാൻ ശ്രമിക്കുന്നത്, മനസ്സ് അതിലേക്ക് തന്നെയാണ് ചായുക. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യം എന്നുകൊണ്ട് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ സെക്സിനെ നിരോധിക്കലല്ല, പൂർണ്ണമായി നിരോധിക്കലല്ല യഥാർത്ഥ ബ്രഹ്മചര്യം. അപ്പൊ യോഗമാർഗത്തിൽ ബ്രഹ്മചര്യം എന്താന്ന് പറഞ്ഞാൽ ആ ലൈംഗികതയെ നിയന്ത്രിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ ഊർജനഷ്ടത്തെ പരമാവധി കുറയ്ക്കുന്ന രീതിയിൽ നമ്മളെ ലൈംഗികതയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ, നമ്മളെ ഋഷിമാരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ എല്ലാവരും സപത്നിമാരോട് കൂടി ജീവിച്ചവരാണ്. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ച ആളുകളാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള എല്ലാ മുനിമാരും, യോഗികളൊക്കെ. അപ്പോൾ അത് നിഷിദ്ധമായ ഒരു കാര്യമല്ല. വിവാഹ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം എന്നത് പൂർണ്ണമായി നിഷിദ്ധമായ ജീവിതമല്ല യോഗമാർഗത്തിൽ. പക്ഷെ നിയന്ത്രിതമായ രീതിയിലാണ്. ഒരു 10, 15, 16 ദിവസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ലൈംഗിക വീഴ്ച ആവാം. അതിൽ തന്നെ മുഴുകി കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭീമമായ ഊർജ്ജ നഷ്ടം ഉണ്ടാവുകയും അത് നമ്മളെ ഈ അന്വേഷണത്തെ, ബ്രഹ്മസാക്ഷാത്കാരത്തെ, ഈ പ്രവൃത്തിയുടെ ഊർജത്തെ അത് ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ലൈംഗികതയെ നിയന്ത്രിതമായി ഉപയോഗിക്കുക എന്നതാണ് യഥാർത്ഥ ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും ശാസ്ത്രീയമായ സമീപനം എന്നാണ് പറയാനുള്ളത്.